ഹായ് നമസ്കാരം. സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സിന്റെ 7ാമത്തെ ടെക്നിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഈ സീരീസ് ഓഫ് വീഡിയോസ് തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ്. തുടർച്ചയായി നമ്മൾ 21 വീഡിയോസുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 7ാമത്തെ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കാണ് എന്ന് പറയുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്ക് എന്നാണ് ഇതിന്റെ പേര് വളരെ നീണ്ടതാണെങ്കിലും ആശയം വളരെ വ്യക്തവും കൃത്യവും ചെറുതുമാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതും ഏതൊരാൾക്കും പ്രയോഗിക്കാൻ പറ്റാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് ആരുടെ മുന്നിലാണ് അവതരിപ്പിക്കുക? ആദ്യം അതാണ് അറിയേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു പ്രോസ്പെക്ടിന് മുന്നിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് ഇത് അവതരിപ്പിക്കുന്നത്? കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ അഡ്വാൻറ്റേജസും അതിന്റെ ബെനിഫിറ്റുകളും മാത്രമാണ് കസ്റ്റമറുടെ മുന്നിൽ എപ്പോഴും പറയുന്നത്. എന്നാൽ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മെത്തേഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നെഗറ്റീവ് കസ്റ്റമറുടെ അടുത്ത് പറയൂ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഉപയോഗിച്ചാൽ അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സെയിൽ സംഭവിക്കുക? അതായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം. തീർച്ചയായും നെഗറ്റീവ് മാത്രമല്ല പറയുന്നത്. നെഗറ്റീവ് പറഞ്ഞതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ അപ്രസക്തമാണെന്ന് തെളിയിക്കുകയും ചെയ്യുമ്പോഴാണ് കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ വാട്ടർ പ്യൂരിഫയറുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ ഒരു കാര്യം പറയാം. നമ്മളുടെ RO വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സാർ അതിൽ നിന്ന് റിജക്ട് വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതൊരു നെഗറ്റീവ് പാർട്ടും കൂടിയാണ്. പക്ഷെ എന്നാൽ ഈ റിജക്ട് വാട്ടർ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വെള്ളത്തിന്റെ അറ്റ്മോസ്റ്റ് പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം പോയാലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വാട്ടറിന്റെ ക്വാളിറ്റി 100% ശുദ്ധമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ഒരു കാര്യം, റിജക്ട് വാട്ടർ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് കളയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അതർ ദാൻ ഡ്രിങ്കിങ് ആൻഡ് കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം. ക്ലീനിങ് അല്ലെങ്കിൽ ഗാർഡനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാം എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമറുടെ മുന്നിൽ പറഞ്ഞതെങ്കിൽ തന്നെയും അതിനുശേഷം അതിനെ പോസിറ്റീവായിട്ട് കസ്റ്റമറിന് മുന്നിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതുപോലെ ഇപ്പൊ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ആണെങ്കിലും വേറെ ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് കസ്റ്റമറുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വഴി കസ്റ്റമർക്ക് നമ്മുടെ മുകളിൽ ഒരു താല്പര്യം തോന്നും. യെസ്, ഇയാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, അഡ്വാൻറ്റേജസ് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ എന്റെ അടുത്ത് സംസാരിക്കുന്നു, മനസ്സിലാക്കി തരുന്നു. ഇദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, നല്ലൊരു സെയിൽസ്മാൻ ആണ്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നൊരു ചിന്ത അയാളിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു